കാശ്മീരിൽ ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്തു പറയപ്പെട്ടത് മതം നോക്കി ആളുകളെ കൊന്നു എന്നുള്ളതാണ്. ഒരു 10-20 പേരെ കൊല്ലുന്നത് കൊണ്ട് തീവ്രവാദികൾക്കൊന്നും കിട്ടാനില്ല. പക്ഷേ ആ ഒരു അരക്ഷിതാവസ്ഥ ഒരു 2 സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു ആക്രമണം കൊണ്ട് അവരെന്താണോ ഉദ്ദേശിച്ചത് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് കിട്ടിയെന്നാണ് അർത്ഥം. ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ബോധ്യത്തിന്റെ അപ്പുറത്തേക്ക് അവരുടെ മതത്തിന്റെയോ ജാതിയുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തെ തന്നെ ഛിന്ന ഭിന്നമാക്കി ദുർബലപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഒരു പ്രക്രിയയുടെ പിന്നിലുണ്ട്. ഇതൊന്നും അറിയാതെ പരസ്പരം വിഷം വമിപ്പിച്ചുകൊണ്ട് കുറേ വിഷജന്തുക്കൾ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമുക്ക് ചുറ്റും ഇറങ്ങിയിട്ടുണ്ട്. ചുറ്റുപാടുകളിൽ നിന്നും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന എല്ലാ മതത്തിലും പെട്ട ഈ ഒരു അവസരം നോക്കി പുറത്തേക്ക് ഇറങ്ങുന്ന വിഷജന്തുക്കളാണ്. ആ വിഷജന്തുക്കളെ നമ്മളെല്ലാവരും കരുതിയിരിക്കുക. ഈ ഒരു അവസരം മതം നോക്കി പരസ്പരം തല്ലുകൂടാനുള്ള മരണപ്പെട്ടവരുടെ കൂടെ നിൽക്കുക. ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഒന്നിച്ചു നിന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും എടുത്തിരിക്കേണ്ട ഒരു കടമ. നമുക്ക് അല്പമെങ്കിലും നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്തിരിക്കേണ്ടത് എന്തായിരുന്നോ ശത്രു ആഗ്രഹിക്കുന്നത് അതിന് എതിരായുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം തെറ്റിച്ച് ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ശത്രുരാജ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ തോളോട് തോൾ ചേർന്ന് നിന്ന് കൂടുതൽ ശക്തരായി മുന്നോട്ട് പോയി അവർക്കൊരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തർക്കും ഇവിടെ മുന്നോട്ട് ഇറങ്ങി ചെയ്യുവാനുള്ളൊരു കാര്യം. നിങ്ങളുടെ ചുറ്റിലും നിന്ന് വിഷം വമിപ്പിക്കുന്ന ആര് തന്നെയായാലും അതിനെ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് തന്നെ തുരത്തിക്കളഞ്ഞേ പറ്റൂ. വി ഹാവ് ടു ബി യുണൈറ്റഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അണ്ടർ ദ ട്രൈകളർ ഫോർ ദ വെൽഫെയർ ഓഫ് അവർ നേഷൻ. ഈ രാജ്യം എന്നൊക്കെ പ്രതിസന്ധിയിലാകുന്നോ അന്നൊക്കെയും ഏകോദര സഹോദരങ്ങളായി ചേർന്ന് നിന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്. താങ്ക് യു.